ഭയങ്കര ഉപ്പ്. നല്ല പുളി. കുറച്ച് മുളകും കൂടി കൂട്ടി അടിക്കായിരുന്നു. ഈയാടാ രണ്ടെണ്ണം കൂടെ ഇവിടെ പച്ചമാങ്ങ തിന്നോണ്ട് ഇരുന്നോ? ഒരു കാര്യം ചെയ്യൂല പിള്ളേർ. അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്തോമാ. അമ്മയ്ക്ക് പച്ചമാങ്ങയൊക്കെ തിന്നണ കാലം കഴിഞ്ഞു. പണ്ട് കുറെ കഴിച്ചതാ. എന്താണ് മണിക്കുട്ടി ഇത്ര ചൂട്? ആ വളവിലെ വീടുണ്ടല്ലോ, ആ വീട്ടിലെ കൊച്ചിന്റെ ഫോട്ടോ ഇല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാരും സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടേക്കണേ. വിജീഷയുടെ കണ്ടാ? എന്താ കൊച്ചു ചത്തുപോയാ? മുണ്ടിപ്പോരുന്നു. ആ കൊച്ചിനെ റിയാലിറ്റി ഷോയില് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓ, ഇതാണ് വലിയ കാര്യം. ഞാൻ വിചാരിച്ചല്ല IAS IPS കിട്ടി. അയ്യേ, നിങ്ങൾക്ക് ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞെടുക്കാൻ വലിയൊരു സംഭവമായി. അല്ലെങ്കിൽ തന്നെ ആ ആശയ്ക്ക്, അതായത് വിജീഷയുടെ അമ്മയ്ക്കുണ്ടല്ലോ, ഭർത്താവിനെ പറ്റിയും മക്കളെ പറ്റിയിട്ടും പറഞ്ഞ് തള്ളാനേ നേരമുള്ളൂ. ഇനിയിപ്പോ അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കേണ്ടി വരുമല്ലോ. എനിക്ക് അതാണ് വിഷമം. അമ്മയ്ക്ക് 2 പുലിക്കുട്ടികളെ പോലത്തെ മക്കളെല്ലാം ഇരിക്കണം. അമ്മയും തള്ളു തള്ളാൻ എന്തുണ്ട്? വല്ലതും ഉണ്ടെങ്കിലല്ലേ തള്ളാൻ പറ്റുള്ളൂ. ഒരു ഇത്തിരിയെങ്കിലും കാണിച്ചതാ. പുലിക്കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് റൂമിനകത്ത് അടച്ചിരിക്കല്ലേ ചെയ്യണത്. അങ്ങനെ പറയരുത്. എന്നെ ഒന്നിനും കൊള്ളൂല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബോക്സിൽ താരല്ലേ അമ്മ ഇവിടെ ഇരിക്കണം. താരം ഗപ്പ് കൊണ്ടുവാ. ഗപ്പ് കൊണ്ടെന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടിയില്ല. മണിക്കുട്ടിയെ, എന്റെ അമ്മയും മക്കളും കൂടെ ഒരു കൊച്ചു. അയ്യോ, ഇവരുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ വന്നതേ നമ്മുടെ അസോസിയേഷന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു നല്ല സംഭാവന ഞങ്ങൾ മണിക്കുട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സംഭാവനയല്ലേ? ആയിക്കോട്ടെ, ഒരു 500 എഴുതിക്കോ. അയ്യേ, 500ഓ? പുലിനട വീട്ടിലെ മണിക്കുട്ടി ചേച്ചിയുടെ ഞങ്ങൾ ഇത്ര അല്ല പ്രതീക്ഷിക്കുന്നത്. ദേ, നമ്മുടെ ആ വിജീഷയുടെ വീട്ടുകാരെ 5000 രൂപയാ തന്നത്. 5000 രൂപയല്ലേ? എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട, 5001 എഴുതിക്കോളൂ. നന്നായി അല്ലേ? അത് മാത്രമല്ല, നമ്മുടെ വിജീഷയ്ക്ക് നമ്മുടെ അസോസിയേഷന്റെ വകയായിട്ട് ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തുന്നുണ്ട്. ആ കുട്ടിയെ റിയാലിറ്റി ഷോയിലേക്ക് ചതഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ല, ആ കുട്ടിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അവര് ഫാമിലി ആയിട്ട് നല്ല സൂപ്പർ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് എല്ലാരും കൂടെ അങ്ങ് വന്നേക്കണം. തീർച്ചയായിട്ടും വരാം. ഇവിടെ കുട്ടികളും ചോദിച്ചു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കട്ടെ എന്ന്. ഞാനാ സമ്മതിക്കാത്ത. കാരണം ഈ റിയാലിറ്റി ഷോസും ഡാൻസും പാട്ടും ഒക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അക്കാഡമിക്സിലെ ഫോക്കസ് മൊത്തം അങ്ങ് പോയി പോകും. ഈ ഏജില് അക്കാഡമിക്സ് ഉള്ളി. അത് കഴിഞ്ഞൊരു ജോലിയൊക്കെ ആയതിനു ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാലോ, അല്ലേ മക്കളെ? കുട്ടികൾ നന്നായി ഡാൻസ് ചെയ്യൂലേ? ചെയ്യുമോന്നോ? ഇവര് 2 പേരും സൂപ്പർ ഡാൻസേഴ്സ് അല്ലേ? ഞാനും ഡാൻസ് ചെയ്യും. അതെയോ? രവിയേട്ടന്റെ കാര്യം പിന്നെ പറയണ്ട, ഭയങ്കര ഡാൻസാ. പേരായിട്ട് ഡാൻസ് അല്ലേ? പിള്ളേർക്കൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന രവിയേട്ടനാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിജീഷയുടെ ഫാമിലി ഡാൻസ് ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ ഒരു ഫാമിലി പെർഫോമൻസ് ആയിക്കോട്ടെ. സന്തോഷം. അതെ, 5000 രൂപ, 5001 രൂപ രവിയേട്ടൻ വന്നിട്ട് എടുത്തിട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല ഇവിടെ. ഞാൻ ക്യാഷ് ഒന്നും സൂക്ഷിക്കാറില്ല. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ ഈ പരിസരത്തുള്ള വീടുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാം. അപ്പോഴത്തേക്ക് എന്തായാലും ചേട്ടൻ എത്തുമല്ലോ. ശരി, പോയിട്ട് വരാവേ. ഓക്കെ. ഒരു ഫ്ലോയിൽ അങ്ങ് തള്ളിപ്പോയി. 5001 രൂപ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.